ഹായ്, നന്മയുടെ നല്ല ദിവസം. ഞാൻ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ ഒപ്പമാണ്. അമ്മയ്ക്ക് 19 വയസ്സൊക്കെ ഉണ്ടെന്ന് അമ്മ പറയണത്. ആ, അത് നടക്കട്ടെ. മധുസൂദനൻ വയല, ഡോക്ടർ തോട്ടം ഭുവനേന്ദ്രൻ സാർ. ഭുവനേന്ദ്രൻ സാർ ഞാൻ അങ്ങനെ വിളിക്കത്തില്ല, എൻ്റെ ആത്മാർത്ഥ ബന്ധത്തിലുള്ള ആളാണ്. ഇവർ രണ്ടുപേരും പടയണിക്ക് ഇവിടെ വന്നതാണ്. പടയണി കാണാൻ നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ പടയണി, കാവില്, അമ്പലത്തിലല്ല കാവില്, പുള്ളിക്കണക്ക് കാവില് പടയണി കാണാൻ വന്നതാണ്. അപ്പോൾ അവരിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വീട്ടോടെ കയറി ഈ പടയണ ചേർത്തനെ പറഞ്ഞെങ്കിൽ സാറ് പറയാം, എന്താ സാറേ പടയണി? അമ്മയെ കാണാൻ വന്നത് പടയണി എന്ന് പറഞ്ഞു. അമ്മ ഒരു വലിയ പടയണിയുടെ പടയണി എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടായ്മയാണ്. പഴയ കാലത്ത് പടയണിയാണ്. ഒരു അണി, ഇപ്പൊ അണിയില്ല, കൂട്ടായ്മകളില്ല. ഒരുപാട് ദേവതകള് ഗ്രാമങ്ങൾക്ക് വേണ്ടി സമ്പർക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുന്നതാണ് അത് വലിയൊരു കാർഷിക സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗമാണ്. അത് നമ്മൾ രാവിലെ മുതൽ അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങും. അത് ഈ പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്നാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ ചൂട്ടുകറ്റയും കത്തിച്ച് ഇതെല്ലാം നടക്കുന്ന ഒരു പാരസ്പര്യം. അപ്പൊ ഇന്ന് നടക്കുന്നത് ചൂട്ടുകറ്റ മാത്രമേ അല്ല, നമുക്ക് അറിയത്തില്ല. ഇപ്പൊ പലയിടത്തും പടയണി എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിൽ അവരാളുകളെ കാണിക്കാൻ വേണ്ടി കേരളത്തിൽ അത്യപൂർവമായിട്ട് മറ്റു വെളിച്ചങ്ങളില്ലാതെ ചൂട്ട് വെളിച്ചം മാത്രം വെച്ച് നടത്തുന്ന പടയണി. അതാണ് പുള്ളിക്കണക്ക് പടയണിയുടെ പ്രത്യേകത. നമ്മൾ കാണാൻ പോകുന്നത്, അത് കാണാൻ പറ്റുന്നത് നമ്മുടെ ജീവിതാനുഭവമാണ്. അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ സാറിന്റെ നേതൃത്വത്തിലാണ് PhD എടുത്തത് ഇത്തരം നാടൻ. അമ്മയുടെ അനുഗ്രഹം അതുപോലെ എൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു കുഞ്ഞ് സ്മിത ജയത്തി ജയപ്രകാശൻ. അവള് ഈ കെട്ടുകുതിരയിലാണ്, കെട്ടുകുതിരയില്ല, അവളും എന്നെ സ്കൂളിൽ ഒരു പക്ഷേ അരുൺകുമാറിന് ഏറ്റവും കുഴപ്പമില്ല, കിട്ടിയത്